അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSCയുടെ ഒരു ചോദ്യപേപ്പറാണിത്. കേരള സ്റ്റേറ്റ് വാട്ടർ അതോറിറ്റിയുടെ ഇലക്ട്രീഷ്യൻ്റെ ചോദ്യപേപ്പറാണിത്. അപ്പോൾ ഇതിനകത്ത് മൊത്തം 100 ചോദ്യമാണുള്ളത്. അപ്പം നമ്മളിതിനകത്ത് 4 പാർട്ടായിട്ടാണ് നമ്മളിപ്പം വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ചോദ്യം ഇതാണ്: ആർക്ക് ഹീറ്റിംഗ് ഒക്കേഴ്സ് വെൻ എയർ ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ് ഓഫ് ഓപ്പോസിറ്റ് പൊളാരിറ്റി ബിക്കംസ്. അതായത് ആർക്ക് ഹീറ്റിംഗ് ഉണ്ടാകുമ്പോൾ രണ്ട് ഇലക്ട്രോഡ്സിന് അക്രോസ് ഉള്ള എയറിൽ എന്താണ് സംഭവിക്കുന്നതാണ് ചോദ്യം. ഫസ്റ്റ് ഓപ്ഷൻ മോയ്സ്ചേർഡ്, സെക്കൻഡ് ഓപ്ഷൻ ഡ്രൈ, തേർഡ് ഓപ്ഷൻ അയണൈസ്ഡ്, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദീസ്. അപ്പം സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇലക്ട്രോഡിൻ്റെ ഇടയ്ക്കുള്ള എയർ അയണൈസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ആൻസർ ഓപ്ഷൻ സി അയണൈസ്ഡ്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്: ദ മീറ്റർ യൂസ്ഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് ദ ഫർണസ് ഈസ്. അതായത് ഫർണസിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മീറ്റർ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഹൈഡ്രോമീറ്റർ, സെക്കൻഡ് ഓപ്ഷൻ പൈറോമീറ്റർ, തേർഡ് ഓപ്ഷൻ ഹൈഗ്രോമീറ്റർ, ഫോർത്ത് ഓപ്ഷൻ ടാക്കോമീറ്റർ. അപ്പം ഇതിൻ്റെ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പൈറോമീറ്ററാണ്. ബാക്കിയുള്ള ഏകദേശം ടാക്കോമീറ്റർ എന്ന സ്പീഡാണ്. അതുപോലെ തന്നെ ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്നത് സ്പീഡ് ടെമ്പറേച്ചർ. അപ്പം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പൈറോമീറ്ററാണ് വരുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: വിച്ച് പാർട്ട് ഈസ് പ്രൊവൈഡ് ഇൻ ബാറ്ററി ചാർജർ ടു പ്രിവെൻറ്റ് ദ ഫ്ലോ ഓഫ് എക്സസീവ് കറണ്ട് ഇൻ ടു ദ ബാറ്ററി. അതായത് നമ്മൾ ബാറ്ററിയിൽ നിന്ന് എക്സസ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് തടയാൻ വേണ്ടി എന്താണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പം അതിൻ്റെ ഓപ്ഷൻസ് ഇതാണ്: കൊറൈസ് സെലക്ടർ, ടൈം സെലക്ടർ സ്വിച്ച്, ലിമിറ്റിംഗ് റെസിസ്റ്റൻസ്, ട്രാൻസ്ഫോമർ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓവറായിട്ട് കറണ്ട് വരുന്നത് എപ്പോഴും കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻ സി ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: വാട്ട് വിൽ ഹാപ്പൻ ഇൻ ടു ഫിൽറ്റർ സർക്യൂട്ട് ഇൻ ബാറ്ററി ചാർജർ ഇഫ് ഔട്ട്പുട്ട് ഫിൽറ്റർ കപ്പാസിറ്റർ ഈസ് ഓപ്പൺഡ്. അതായത് ബാറ്ററി ചാർജിൽ നമ്മൾ ഔട്ട്പുട്ട് ഫിൽറ്റർ കപ്പാസിറ്റർ, അത് നമ്മൾ ഫിൽറ്ററിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ അത് മാറ്റുമ്പോൾ സംഭവിക്കും. അതായത് നമുക്കറിയാം റെക്ടിഫയർ സർക്യൂട്ടിൽ, അതായത് ബാറ്ററി ചാർജർ മീൻസ് റെക്ടിഫയർ സർക്യൂട്ടാണ് ഉദ്ദേശിക്കുന്നത്. റെക്ടിഫയർ സർക്യൂട്ടിൽ നമ്മൾ ഫിൽറ്ററിങ്ങിന് യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് ഇതാണ്: വിൽ നോട്ട് ഫങ്ഷൻ, അത് വർക്ക് ചെയ്യില്ല. വിൽ മേക്ക് ഹമ്മിങ് നോയ്സ്, അവിടെ ഹമ്മിങ് നോയ്സ് ഉണ്ടാവും. മോർ കറണ്ട് വിൽ ബി ഫ്ലോ, കൂടുതൽ കറണ്ട് ഫ്ലോ ഉണ്ടാവുമോ. അല്ലെങ്കിൽ നോ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടത്തില്ല. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും, പക്ഷേ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ഹമ്മിങ് നോയ്സ് അവിടെ ഉണ്ടാകും. ഫിൽറ്ററിങ് ഇല്ലാത്തതുകൊണ്ട് AC കമ്പോണൻ്റ് ആഡ് ചെയ്യുന്നുണ്ട്, നമുക്കത് ഹമ്മിങ് നോയ്സ് അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി വിൽ മേക്ക് ഹമ്മിങ് നോയ്സ്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: വാട്ട് ആർ ദ ടു റിലേറ്റീവ് ക്വാണ്ടിറ്റീസ് ടു ബി പ്ലോട്ടഡ് ഫോർ ദ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് കർവ് ഫോർ DC ഷണ്ട് ജനറേറ്റർ. DC ഷണ്ട് ജനറേറ്റർ ഉണ്ടാകുന്ന രണ്ട് റിലേറ്റീവ് ക്വാണ്ടിറ്റീസ് വെച്ച് പ്ലോട്ട് ചെയ്തിരിക്കുന്ന എത്തരത്തിലുള്ള ഗ്രാഫാണ്? ഫീൽഡ് കറണ്ട് വേഴ്സസ് നോ ലോഡ് വോൾട്ടേജിൻ്റെ ഗ്രാഫാണോ, ആർമേച്ചർ കറണ്ട് വേഴ്സസ് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഗ്രാഫാണോ, ലോഡ് കറണ്ട് വേഴ്സസ് ടെർമിനൽ വോൾട്ടേജ് ആണോ, ലോഡ് കറണ്ട് വേഴ്സസ് ഇൻഡ്യൂസ്ഡ് EMF ആണോ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ലോഡ് കറണ്ട് വേഴ്സസ് ടെർമിനൽ വോൾട്ടേജ് ആണ്. DC ഷണ്ട് ജനറേറ്റർ കൊണ്ട് നമുക്ക് രണ്ട് റിലേറ്റീവ് ക്വാണ്ടിറ്റീസ് കിട്ടുന്നതെന്ന് വെച്ചാൽ ലോഡ് കറണ്ട് വേഴ്സസ് ടെർമിനൽ വോൾട്ടേജ് ആണ്. നമ്മൾ അടുത്ത ചോദ്യമാണ്: വാട്ട് വിൽ ഹാപ്പൻ ടു ദ സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ ഇഫ് ജനറേറ്റർ റൺസ് ഇൻ ദ റിലേറ്റീവ് ഡയറക്ഷൻ. അതായത് സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ റിവേഴ്സ് ഡയറക്ഷനിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതാണ്: ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഇൻക്രീസ്ഡ്. ഇൻഡ്യൂസ്ഡ് EMF കൂടുക, ഇത് റിവേഴ്സ് ഡയറക്ഷനിൽ റൺ ചെയ്താൽ ഇൻഡ്യൂസ്ഡ് EMF കൂടാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ കൂടാൻ ചാൻസ് ഇല്ല. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ഇൻഡ്യൂസ്ഡ് EMF. ഇൻഡ്യൂസ്ഡ് EMFന് ഒരു ചേഞ്ചും ഇല്ലാതെ വരുമോ? അതുമല്ല. അടുത്തതെന്ന് വെച്ചാൽ സ്പാർക്ക് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കമ്മ്യൂട്ടേറ്റർ. അവിടെ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? അതും ഇല്ല, സ്പാർക്കൊന്നും പ്രൊഡ്യൂസ് ചെയ്തില്ല. അടുത്തതെന്ന് വെച്ചാൽ റെസിഡ്യുവൽ മാഗ്നറ്റിസം ഇൻ ദ പോൾ വിൽ ബി ഡിസ്ട്രോയ്ഡ്. അതായത് ഇത് നമ്മൾ സെയിം റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പം ആ ഒരു ഫീൽഡ്, ആ ഒരു നമ്മൾ എക്സൈറ്റേഷൻ നിർത്തിയാൽ പോലും, അതായത് സെൽഫ് എക്സൈറ്റേഷൻ നിർത്തിയാൽ പോലും അതിന് മാഗ്നറ്റിക് ഒരു ടെൻഡൻസി കാണും. നമ്മൾ തിരിച്ച് ഡയറക്ഷൻ, അതായത് നമ്മുടെ റോട്ടർ തിരിച്ച് കറക്കാൻ നേരത്ത് അവിടെ എക്സൈറ്റ് ചെയ്യുന്ന ഫ്ലെക്സ് ലിങ്കേജിൻ്റെ ഡയറക്ഷൻ തിരിയും. അപ്പോൾ അതിലൂടെയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ തിരിയും. അപ്പോൾ അവിടുത്തെ ഫ്ലെക്സിൻ്റെ പോൾസ് ചേഞ്ച് ചെയ്യുന്നു. ഫ്ലെക്സിൻ്റെ പോൾസ് ചേഞ്ച് ചെയ്യുന്ന നേരത്തെ എന്ത് പറ്റും?
അവിടുത്തെ റെസിഡ്യൂവൽ മാഗ്നറ്റിസം നഷ്ടപ്പെടും. അതായത് അത് വീണ്ടും ഡീമാഗ്നറ്റൈസ് ആയിട്ട് വീണ്ടും അടുത്ത ഡയറക്ഷനിലോട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. അതാണ് അപ്പം ഇതിൻ്റെ റെസിഡ്യൂവൽ മാഗ്നറ്റിസം ഇൻ ദ പോൾ വിൽ ബി ഡിസ്ട്രോയ്ഡ്. പോളിലുള്ള റെസിഡ്യൂവൽ മാഗ്നറ്റിസം ഡിസ്ട്രോയ്ഡ് ആയിട്ട് പോകും. നെക്സ്റ്റ് ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഡിലേഡ് റെസ്പോൺസ് ടൈപ്പ് ഡൈസ് ഡിഫ്യൂസ്. അപ്പം ഡൈസ് ഡിഫ്യൂസ് എന്ന് പറയുമ്പോൾ അറിയണം, ഡൈസ് ഡിഫ്യൂസ് എന്ന് പറയുന്ന 2 ടൈപ്പ് ഉണ്ട്. ഫാസ്റ്റ് ഓപ്പറേറ്റഡ് ഉണ്ട്, അതുപോലെ തന്നെ ഡിലേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഫാസ്റ്റ് ഓപ്പറേറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈപ്പ് റിലേകൾ, ചില ഹൈ വോൾട്ടേജ് റിലേസിലൊക്കെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. എന്നാൽ ഡിലേ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ട് മോട്ടോർ സർക്യൂട്ട്സിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. മോട്ടോർ സർക്യൂട്ട്സ് ഉണ്ട്, ഹീറ്റിംഗ് സർക്യൂട്ട്സ് ഉണ്ട്, ലൈറ്റിംഗ് സർക്യൂട്ട് ഉണ്ട്, ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മൾ ഡിലേ ടൈപ്പ് കൂടുതൽ യൂസ് ചെയ്ത് കണ്ടുവരുന്നത് മോട്ടോർ സർക്യൂട്ട്സിലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആൻസർ എന്നത് ഓപ്ഷൻ എ, മോട്ടോർ സർക്യൂട്ട്സ്. അടുത്ത ചോദ്യം ഇതാണ്, ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 ലോങ് പാരലൽ കണ്ടക്ടേഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഓപ്ഷൻ. അതായത് 2 പാരലായിട്ട് പോകുന്ന ഒരു ലോങ് കണ്ടക്ടർ, അതിൻ്റെ അകത്തുള്ള ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷനായിട്ടാണ് ഇരിക്കുന്നത്? അപ്പോൾ ഓപ്ഷൻസ് ഇതാണ്, കറണ്ട് ഇൻ ദ കണ്ടക്ടർ, കണ്ടക്ടറിലെ കറണ്ടിനെയാണോ, അതായത് നമ്മളിപ്പം ട്രാൻസ്മിഷൻ ലൈനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കണ്ടക്ടറിലെ കറണ്ടിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ മീൻസ് ഫോഴ്സ് കൂടാൻ നേരത്ത് ഈ ഒരു ഫാക്ടർ കൂടുമ്പം ഫോഴ്സ് കുറയണം, അല്ല ഫോഴ്സ് കൂടുമ്പോൾ ഈ ഒരു ഫാക്ടർ കുറയണം. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കറണ്ട് ഇൻ ദ കണ്ടക്ടർ, കറണ്ട് കൂടുമ്പം നമ്മുടെ ഫോഴ്സ് കുറയുമോ? ഇല്ല, കറണ്ട് കൂടുമ്പോൾ ഫോഴ്സ് അതിന് കറസ്പോണ്ടിങ് കൂടത്തേ ഉള്ളൂ. കാരണം കറണ്ട് കൂടുമ്പോൾ അതിനനുസരിച്ച് ഫ്ലെക്സ് കൂടുമ്പോൾ അതിന് ഫോഴ്സ് കൂടത്തേ ഉള്ളൂ. അടുത്തെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ടർ, അതായത് ഡിസ്റ്റൻസ് കൂടാൻ നേരത്ത്, അതായത് 2 കണ്ടക്ടർ നമ്മൾ ഡിസ്റ്റൻസ് കൂടുമ്പോൾ എന്ത് ഫോഴ്സ് കുറയുമോ? കുറയും. കാരണം കണ്ടക്ടറിൻ്റെ ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഫോഴ്സ് ഇപ്പോൾ കുറേ നല്ല ഡിസ്റ്റൻസിൽ വെച്ചിരിക്കുകയാണെങ്കിൽ എന്തായാലും ഫോഴ്സ് ഒട്ടുമില്ല. പക്ഷേ വളരെ അടുത്താണെങ്കിൽ ക്ലോസ് ആണ്, ഡിസ്റ്റൻസ് കുറയുമ്പോഴെന്തിട്ട് ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് ഇതാണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് ആണ്. ഇപ്പോൾ നോക്കിയാൽ റേഡിയസ് ഓഫ് കണ്ടക്ടർ, റേഡിയസ് കൂടുമ്പോഴും നമ്മുടെ ഫോഴ്സ് കൂടത്തേ ഉള്ളൂ. പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ഇൻ ദ 2 കണ്ടക്ടേഴ്സ്, 2 കണ്ടക്ടേഴ്സിലും കറണ്ടിൻ്റെ പ്രൊഡക്റ്റ് എടുത്താലും കറണ്ട് കൂടുമ്പോൾ ഫോഴ്സ് കൂടത്തേ ഉള്ളൂ. അപ്പം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആവുന്ന ഈ ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ, ഡിസ്റ്റൻസ് കൂടുമ്പോൾ മാത്രമാണ് ഫോഴ്സ് കുറയത്തുള്ളൂ. അപ്പം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട്സ് എലമെൻറ്റ് ഇൻ ഓപ്പോസ് ചേഞ്ച് ഇൻ സർക്യൂട്ട് കറണ്ട്. അപ്പം ചേഞ്ച് ഇൻ സർക്യൂട്ട് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻസും ഉണ്ട്, ഇൻഡക്റ്റൻസ് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്, ഓൾ ഓഫ് എബോവ് ഉണ്ട്. നമുക്കറിയാം നമ്മൾ സഡൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ഇതിലേതാണ്? റെസിസ്റ്റർ സഡൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നതല്ല, അത് നോർമലി ഓപ്പോസിഷനുള്ള കപ്പാസിറ്ററിനെ സ്റ്റോർ ചെയ്ത് വെക്കും, ഡിസ്ചാർജ് ചെയ്യും. പിന്നെ സഡൻ ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന വെച്ചാൽ എന്താണ്? നമ്മുടെ ഇൻഡക്റ്റൻസ് ആണ് സഡൻ ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ഇൻഡക്റ്റൻസ് എല്ലാം പറയുന്ന കാര്യമാണ്. അടുത്ത ചോദ്യം ഇതാണ്, ദ കളർ ഓഫ് ലൈറ്റ് ഓഫ് മെർക്കുറി വേപ്പർ ലാമ്പീസ്. അതായത് മെർക്കുറി വേപ്പർ ലാമ്പിൻ്റെ ലൈറ്റിൻ്റെ കളർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഇതാണ്, ഗ്രീനിഷ് ബ്ലൂ, യെല്ലോ, പിങ്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഗ്രീനിഷ് ബ്ലൂ ആണ് കേട്ടോ. നമ്മൾ മെർക്കുറി വേപ്പർ ലാമ്പിൻ്റെ കളർ എന്ന് വെച്ചാൽ ഗ്രീനിഷ് ബ്ലൂ ആണ്. ചില സ്ട്രീറ്റ് ലൈറ്റൊക്കെ നിങ്ങൾ നോക്കി കാണാം, ഗ്രീനിഷ് ബ്ലൂ കളറിലുള്ള സ്ട്രീറ്റ് ലൈറ്റ്സ് ആണ് മെർക്കുറി വേപ്പർ ലാമ്പാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രീക്വൻസീസ് ഹാസ് ദ ലോങ്ങസ്റ്റ് ടൈം പീരീഡ്. ഏറ്റവും കൂടുതൽ ടൈം പീരീഡ് ഉള്ളത് ഈ കൂട്ടത്തിൽ ഏത് ഫ്രീക്വൻസി ആണെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതാണ്, 1 Hz, 1 kHz, 10 Hz, 10 kHz. അപ്പോൾ നമുക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ ടൈം പീരീഡ് ഉള്ള ഫ്രീക്വൻസി ഇതാണ്. അപ്പോൾ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്താ? ടൈം പീരീഡ് T = 1/, ഫ്രീക്വൻസി, അതായത് ഫ്രീക്വൻസിയുടെ ഇൻവേഴ്സ്ഡ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഫ്രീക്വൻസീസിൻ്റെ ടൈം പീരീഡ് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. അതായത് 1 Hzൻ്റെ ടൈം പീരീഡ് എത്ര വരും? 1 വരും. 1 kHzൻ്റെയോ 0.001 വരും. 10 Hzൻ്റെയോ എത്ര വരും? 10 Hz എന്ന് പറയുന്ന നേരത്ത് അതിൻ്റെ താഴെ വരത്തുള്ളൂ. അതായത് 1/10, അതായത് 1-നെക്കാട്ടി മൈന്യൂട്ട് വാല്യൂ ആണ്. 1 kHz എന്ന് പറയുമ്പോൾ എന്താ? 1/1000, അതും വളരെ മൈന്യൂട്ടായിട്ടുള്ള വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇപ്പം ഞാൻ പറഞ്ഞതിനകത്ത് നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞതിനകത്ത് ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള വാല്യൂ ഏതാണ് വരുന്നത്? ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 10 kHz ആണ് വരുന്നത്. ഏറ്റവും കൂടിയ വാല്യൂ എന്ന് പറയുന്നത് 1 Hz ആയിരിക്കും വരുന്നത്. അതായത് 1/1 മാത്രമാണ് ഏറ്റവും കൂടുതലായിട്ട്, 1 ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ടൈം പീരീഡ്. അതായത് ലോങ്ങസ്റ്റ് ടൈം പീരീഡ് എന്ന് പറയുന്നത്
1 ഹെർട്സിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം ഇതാണ്. ദ ജനറേറ്റർ മാക്സിമം വാല്യൂ ഓഫ് ഇ എം എഫ് ഈസ് ജനറേറ്റഡ് വിത്തിൻ ദ കോയിൽ ആക്സിസ് ഈസ് അറ്റ് 45 ഡിഗ്രി വിത്ത് ഫീൽഡ് ആക്സിസ്, 90 ഡിഗ്രി വിത്ത് ഫീൽഡ് ആക്സിസ്, 180 ഡിഗ്രി വിത്ത് ഫീൽഡ് ആക്സിസ്, 0 ഡിഗ്രി വിത്ത് ഫീൽഡ് ആക്സിസ്. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ജനറേറ്റർ മാക്സിമം ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് വാല്യൂയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നോർമലി ഒരു എ സിയുടെ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ മതി. 0യിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും, അതെന്ന് പറയുന്നത് മിനിമത്തിലായിരിക്കും. അടുത്ത എന്താ, 45 നിൽക്കുമ്പോൾ ഒരു മീഡിയത്തിലായിരിക്കും. 90-ലെത്തുമ്പോൾ മാക്സിമത്തിൽ വരും. 180-ലെത്താൻ നേരത്തെ എന്ത് വരും, വീണ്ടും 0യിൽ വരും. 270 വരുമ്പോൾ വീണ്ടും ഏറ്റവും ലോസ്റ്റ് വാല്യൂ വരും. പിന്നെ എന്താ, നമ്മൾ 360 എത്തുമ്പോൾ വീണ്ടും 0 വരും. അപ്പോൾ മാക്സിമത്തിൽ വരുന്നത് എത്രയാണ് ഈ കൂട്ടത്തിൽ? ഇപ്പോൾ 270 ഇവിടെ ഇല്ല, നെഗറ്റീവ് നോക്കാനാണ് 270 ഇല്ല. പിന്നുള്ള എന്താ 45 ഉണ്ട്. 45 നമുക്കറിയാം മാക്സിമം അല്ല. 180 നമുക്കറിയാം 0 ആണ്. പിന്നുള്ള എന്താ 0 ഡിഗ്രി ഫീൽഡ് നോക്കിയാലും 0 ആണ്. പിന്നെ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയിലാണ് എന്ത് വരുന്നത്, മാക്സിമം വാല്യൂ ഓഫ് ഇ എം എഫ് കിട്ടുന്നത്. ആൻസർ ഓപ്ഷൻ ബി 90 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ ചോക്ക് കോയിൽ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് ഫ്ലൂറസെൻറ്റ് ലാമ്പ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്, വാട്ട് ഈസ് ദ കോൺസിക്വൻസ്? അതായത് ഒരു ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്യൂബിൻ്റെ ചോക്ക് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് അവിടെ പ്രശ്നം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഇതാണ്. ദ ലാമ്പ് ബിക്കംസ് ബ്രൈറ്റർ, ലാമ്പ് വളരെ കൂടുതലായിട്ട് ബ്രൈറ്റ് ആകുമോ? ദ ലാമ്പ് ബിക്കംസ് ലെസ് ബ്രൈറ്റർ, ലാമ്പ് എന്ന് പറയുന്നത് ബ്രൈറ്റ് അല്ലാതാകുമോ? അടുത്തത് ദ കറണ്ട് ബിക്കംസ് സോ ലാർജ് ഇറ്റ് ഡാമേജസ് ട്യൂബ്, അതായത് കറണ്ട് വളരെയായിട്ട് കൂടുമ്പം ഈ ട്യൂബ് ഡാമേജ് ആകുമോ? അടുത്ത വെച്ചാൽ ദ ഷോർട്ട് സർക്യൂട്ട് ഈസ് നോട്ടീസ്ഡ് ഓൺലി ആഫ്റ്റർ ദ ലാമ്പ് സ്വിച്ച് ഓൺ, അതായത് നമ്മൾ ഈ ലാമ്പ് സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷമായിരിക്കും, എന്ന് വെച്ചാൽ ഒന്ന് ഓഫാക്കിയതിന് ശേഷം വീണ്ടും ഓൺ ആക്കിയതിന് ശേഷം മാത്രമായിരിക്കും കാണിക്കത്തുള്ളതാണ് ചോദ്യം. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ലാമ്പിൻ്റെ ബ്രൈറ്റ്നസ് കൂടുകയും കുറയൊന്നും ചെയ്തില്ല, ലാമ്പ് ഡാമേജ് ആയി പോകത്തുള്ളൂ. കാരണം അതുവഴി ഓവറായിട്ട് കറണ്ട്, നമ്മൾ ഈ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ ഓർത്തണം, ഷോർട്ട് സർക്യൂട്ട് മീൻസ് കറണ്ട് എക്സസ് ആയിട്ട് ഫ്ലോ ചെയ്യും. കറണ്ട് എക്സസ് ആയിട്ട് ഫ്ലോ ചെയ്യുമ്പോൾ നമ്മുടെ ട്യൂബ് ഡാമേജ് ആയി പോകും. അപ്പം അതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ ഓപ്ഷൻ സി, കറണ്ട് ബിക്കംസ് ലാർജ് ഇറ്റ് ഡാമേജ് ദ ട്യൂബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ കോണ്ടാക്ടർ കോയിൽ ഈസ് ഡിസൈൻഡ് ഫോർ 220 വോൾട്ട് ഡി സി, വാട്ട് ഹാപ്പൻ ഇറ്റ്സ് കണക്റ്റഡ് ടു 220 വോൾട്ട് എ സി? അതായത് നമ്മളൊരു 220 വോൾട്ട് ഡി സിക്ക് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നൊരു കോണ്ടാക്ടർ നമ്മൾ അതിലൂടെ 220 വോൾട്ട് എ സിയിൽ കൊണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതാണ്. ടു ലാർജ് എ കറണ്ട് ഈസ് ഡ്രോൺ ബൈ ദ കോയിൽ ഇറ്റ് ഡിസ്ട്രോയിഡ്, അതായത് ഒരു ലാർജ് കറണ്ട് അതുവഴി ഫ്ലോ ചെയ്ത് അത് ഡിസ്ട്രോയിഡ് ആയി പോവുകയോ നശിച്ചു പോവുകയോ. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്മോൾ കറണ്ട് ഈസ് ഡ്രോൺ ബൈ ദ കോയിൽ ആൻഡ് ദ ഓപ്പറേഷൻ ഓഫ് ദ കോണ്ടാക്ടർ ഈസ് നോ ലോങ്ങർ സെർട്ടൈൻ, എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ രീതിയിലുള്ള കറണ്ട് ഫ്ലോ ചെയ്തിട്ട് അതിൻ്റെ ഓപ്പറേഷൻ ഇല്ലാതായി തീരും, എന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പറേഷൻ അവിടെ സംഭവിക്കാതിരിക്കുമോ. അടുത്തതെന്ന് വെച്ചാൽ ഇറ്റ് ഡ്രോസ് ദ സെയിം കറണ്ടാണ് ഡ്രോസ് ചെയ്യുന്നത് വെച്ചാൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇറ്റ് വർക്ക്സ് ബെറ്റർ, ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുമോ എ സിയിൽ വർക്ക് ചെയ്യിച്ച്. പിന്നെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ടു സ്മോൾ കറണ്ട് ഈസ് ഡ്രോൺ ദ കോയിൽ ഈസ് ഓപ്പറേഷൻ ഓഫ് ദ കോണ്ടാക്ടർ ഈസ് നോ ലോങ്ങർ സെർട്ടൈൻ. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ സർഫസ് എഫക്റ്റ് വെച്ച് നമുക്കറിയാം നമ്മുടെ എ സി എന്ന് പറയുന്നത് ഡി സി പോകുന്നതിനൊക്കെ അത്ര ഈസി ആയിട്ട് പോയതില്ല. അതിന് എന്താ പോകാൻ കുറച്ച് പാത്ത്, അതായത് സ്കിൻ എഫക്റ്റ് ഒക്കെ ഇവിടെ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതിന് ഈസി ആയിട്ട് ആ ഒരു ഡി സിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല. അവിടുത്തെ കറണ്ടിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ എമൗണ്ട് വളരെ കുറവാന്ന് പറയുമ്പോൾ എന്താണ്, കോണ്ടാക്ടർ എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് ഓപ്പറേഷൻ നടക്കത്തില്ല അവിടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് അക്രോസ് 200 വോൾട്ട് എ സി ലൈൻ, ഇറ്റ്സ് മിനിമം വോൾട്ടേജ് റേറ്റിംഗ് ഷുഡ് ബി, അതായത് 220 വോൾട്ട് എ സി ലൈനിൽ കണക്ട് ചെയ്തിരിക്കുന്ന കപ്പാസിറ്ററിൻ്റെ മിനിമം വോൾട്ടേജ് റേറ്റിംഗ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 220 വോൾട്ട് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പം അതിൻ്റെ മിനിമം എന്ന് പറയുമ്പം ആ 220 വോൾട്ടിന് തൊട്ടടുത്തൊരു വാല്യൂ വരണം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത് 100 വോൾട്ട് വന്നിട്ടുണ്ട്, 200 വോൾട്ട് വന്നിട്ടുണ്ട്, 300 വോൾട്ട് വന്നിട്ടുണ്ട്, 400 വോൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം അടുത്ത് വരുന്നത് ഒരിക്കലും 200 വരത്തില്ല, 200 ജസ്റ്റ് അബോവ് ആയിരിക്കണം. ഉള്ളത് 300 വോൾട്ടാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 300 വോൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ പവർ ഫാക്ടർ ഓഫ് 3 ഫേസ് ലോഡ് ഈസ് ലെസ് ദാൻ 0.5 ബൈ മെഷറിംഗ് ദ പവർ ബൈ 2 വാട്ട് മീറ്റർ മെത്തേഡ്, അതായത് 0.5 താഴെ ലോഡുള്ള 0.5 പവർ ഫാക്ടറിന് താഴെ ലോഡുള്ളൊരു
ത്രീ ഫേസ് ലൈൻ നമ്മൾ 2 വാട്ട് മീറ്റർ മുതൽ മെഷർ ചെയ്യുമ്പോൾ അവിടെ എന്താണ് കാണിക്കുന്നത്, എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. വൺ ഓഫ് ദ വാട്ട് മീറ്റർ ഗീവ്സ് സീറോ റീഡിങ്, ഒരു വാട്ട് മീറ്റർ സീറോ റീഡിങ് കാണിക്കുമോ. വൺ ഓഫ് ദ വാട്ട് മീറ്റർ ഗീവ്സ് നെഗറ്റീവ് റീഡിങ്, ഏതെങ്കിലും ഒരു വാട്ട് മീറ്റർ നെഗറ്റീവ് റീഡിങ് കാണിക്കുമോ. ബോത്ത് വാട്ട് മീറ്റർ വിൽ ബി ഗീവ്സ് പോസിറ്റീവ് റീഡിങ്, രണ്ട് വാട്ട് മീറ്റർ പോസിറ്റീവ് റീഡിങ് കാണിക്കുമോ. വൺ ഓഫ് ദ വാട്ട് മീറ്റർ കിക്സ് ബാക്ക്വേഡ്, ഒരു വാട്ട് മീറ്റർ ബാക്ക്വേഡായിട്ട് വെച്ചാൽ നെഗറ്റീവ് അടിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മീൻസ് നമ്മൾ നെഗറ്റീവ് നമ്മളത് തിരിച്ച് കണക്ട് ചെയ്യേണ്ടി വരുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നോക്കിയാൽ സീറോ കാണിക്കുക, ഒരിക്കലും സീറോ കാണിക്കത്തില്ല വാട്ട് മീറ്റർ. പിന്നെയുള്ള വെച്ചാൽ നെഗറ്റീവ് റീഡിങ് മീൻസ് അത് നെഗറ്റീവിലോട്ട് പോകും, അതായത് ആ ഇത് സീറോയിൽ വന്നിങ്ങനെ നിൽക്കുകയാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, ബോത്ത് വാട്ട് മീറ്റർ ഗീവ്സ് പോസിറ്റീവ്, രണ്ട് വാട്ട് മീറ്റർ പോസിറ്റീവ് റീഡിങ് തരുമോ. രണ്ടും പോസിറ്റീവ് റീഡിങ് തരത്തില്ല ഒരിക്കലും, കാരണം അവിടെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.5 ആണ്, 1നെക്കാട്ടി ബിലോ ആണ്, യൂണിറ്റി പവർ ഫാക്ടർ അല്ല. പിന്നെ ഉള്ളത് വൺ ഓഫ് ദ വാട്ട് മീറ്റർ കിക്സ് ബാക്ക്വേഡ്, മീൻസ് നമ്മൾ അതിനെ എന്ത് ചെയ്യും, അതിനെ തിരിച്ച് കണക്ട് ചെയ്യണം, അതായത് ബാക്ക്വേഡ് ഡയറക്ഷൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റീഡിങ് കാണിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ ഓപ്ഷൻ ഡി, വൺ ഓഫ് ദ വാട്ട് മീറ്റർ ഗീവ്സ് കിക്സ് ബാക്ക്വേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വോൾട്ടേജ് റിക്വയർഡ് ടു ഓപ്പറേറ്റ് ദ നിയോൺ സൈൻ ട്യൂബ് ഡിപ്പെൻഡ്സ് അപ്പോൺ, അതായത് നിയോൺ സൈൻ ട്യൂബിൻ്റെ വോൾട്ടേജ് നമുക്ക് ഡിസൈൻ ചെയ്യുന്നത് ഇതിൻ്റെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പം ഓപ്ഷൻസ് ഇതാണ്, ഡയമീറ്റർ ഓഫ് ദ ട്യൂബ്, ഗ്യാസസ് ഇൻ ദ ട്യൂബ്, ലെങ്ത് ഓഫ് ദ ട്യൂബ്, തിക്നെസ് ഓഫ് ദ ട്യൂബ്. അപ്പം നമുക്ക് നിയോൺ ട്യൂബിൻ്റെ വോൾട്ടേജ് ഡിസൈൻ ചെയ്യുന്നപ്പോഴും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഒന്ന് ഓർത്ത് നോക്കും. പേര് തന്നെ ഉണ്ട് നിയോൺ സൈൻ ട്യൂബ്, അതായത് അതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ആ നിയോൺ ഗ്യാസ് ആണ്, അതായത് ഗ്യാസസ് ആ ട്യൂബിലുള്ള ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുന്നത് അവിടുത്തെ വോൾട്ടേജ് പറയുന്നത്. അപ്പം ഓപ്ഷൻ ബി, ഗ്യാസസ് ഇൻ ദ ട്യൂബ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സോൾഡറിങ് ഓഫ് എ ബ്രിട്ടാനിയ ജോയിൻറ്റ് ഈസ് നെസസറി ടു അവോയ്ഡ് ലൂസിങ് ദ ജോയിൻറ്റ് ഡ്യൂ ടു, അതായത് നമ്മൾ ഒരു ബ്രിട്ടാനിയ ജോയിൻറ്റിൻ്റെ ജോയിൻറ്റിൻ്റെ സോൾഡറിങ് എന്ന് പറയുന്നത് ലൂസിങ് എന്ത് ലൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ബ്രിട്ടാനിയ ജോയിൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഇതാണ്, വൈബ്രേഷൻസ് ആൻഡ് ചേഞ്ച് ഇൻ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ, നമ്മൾ വൈബ്രേഷൻ മൂലം അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ മൂലമോ പോകാത്ത രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രിട്ടാനിയ ജോയിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കൊറോഷൻ ഡ്യൂ ടു ഗാൽവനിക് ആക്ഷൻ, അതായത് കൊറോഷൻ മൂലം തുരുമ്പൊക്കെ പിടിച്ചിട്ട് ആ ഒരു ജോയിൻറ്റ് പോകാതിരിക്കുന്ന രീതിയിൽ ചെയ്യാനാണ് നമ്മൾ ബ്രിട്ടാനിയ ജോയിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കൊറോഷൻ ഡ്യൂ ടു അറ്റ്മോസ്ഫിയർ ചേഞ്ചസ്, അത് കൊറോഷനും അറ്റ്മോസ്ഫിയർ ചേഞ്ചസും കാരണം ആ ഒരു ജോയിൻറ്റ് പോകാതിരിക്കാനാണ് നമ്മൾ ആ ഒരു ജോയിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഓവർ ഹീറ്റിങ്ങിനാണ്. ബ്രിട്ടാനിയ ജോയിൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എപ്പോഴും വൈബ്രേഷൻസ്, അതായത് വൈബ്രേഷൻസ് മൂലമോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ചേഞ്ചസ് മൂലമോ നമ്മുടെ ജോയിൻറ്റ് പോകാത്ത രീതിയിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രിട്ടാനിയ ജോയിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, ദ ടെസ്റ്റിംഗ് ഓഫ് വയറിംഗ് ഇൻസ്റ്റാളേഷൻ ഓഫ് ഫോർ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടു എൻഷുർ ദാറ്റ്, അതായത് നമ്മൾ ഇൻസ്റ്റാളേഷൻ സമയത്ത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എൻഷുർ ചെയ്യുന്നത് എങ്ങനെയാണ്. ഓൾ കണ്ടക്ടേഴ്സ് ഹാവ് ഹൈ ഓമിക് വാല്യൂ ഇൻ ദ സർക്യൂട്ട്, എല്ലാ കണ്ടക്ടേഴ്സിനും ഹൈ ഓമിക് വാല്യൂ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അല്ലെങ്കിൽ ഓൾ ഔട്ട്ലെറ്റ് പോയിൻറ്റ്സ് ആർ എറക്റ്റഡ് പ്രോപ്പർലി ടു ഗ്രൗണ്ട്, അതായത് എല്ലാ ഔട്ട്ലെറ്റ് പോയിൻറ്റ്സ് നമ്മൾ എറത്തുമായിട്ട് പ്രോപ്പർ കണക്റ്റഡ് ആണെന്നാണ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ലീക്കേജ് കറണ്ട് ബിഹൈൻഡ്സ് സ്റ്റിപ്പുലേറ്റഡ് വാല്യൂ ഡസ് നോട്ട് ഫ്ലോ ദ എറത്ത്, അതായത് ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. ലീക്കേജ് കറണ്ട് മൂലം എറത്തിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ലൈവ് ന്യൂട്രൽ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസ്റ്റാളേഷൻ ആർ കണ്ടിന്യൂസ്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർത്തോണം, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലീക്കേജ് കറണ്ടാണ്, അതായത് ലീക്കേജ് കറണ്ട് ഉണ്ടാകുന്നുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ മീൻസ് നമ്മൾ ലീക്കേജ് കറണ്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മുടെ 20ാമത്തെ ചോദ്യം ഇതാണ്, ബ്രേക്കിംഗ് ടോർക്ക് ഇൻ എനർജി മീറ്റർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു, നമ്മൾ എനർജി മീറ്ററിൽ ബ്രേക്കിംഗ് ടോർക്ക് എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ബ്രേക്ക് ദ ഇൻസ്ട്രുമെൻറ്റ്, നമ്മൾ ഇൻസ്ട്രുമെൻറ്റിനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ബ്രിങ് ദ എനർജി മീറ്റർ ടു സ്റ്റിൽ സ്റ്റാൻഡ്, നമ്മുടെ എനർജി മീറ്റർ സ്റ്റിൽ സ്റ്റാൻഡ് മോഡിൽ വർക്ക് ചെയ്യാനാണോ, അല്ലെങ്കിൽ സേഫ് ഗാർഡ് ഇറ്റ് അഗെയിൻസ്റ്റ് ക്രീപ്പിങ്ങിന് അഗെയിൻസ്റ്റുള്ള സേഫ് ഗാർഡായിട്ടാണോ, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ സ്റ്റഡി സ്റ്റേറ്റ് സ്പീഡ് ടു ദ ഈക്വൽ ഡ്രൈവിംഗ് ടോർക്ക്, അതായത് ഒരു ഈക്വൽ സ്പീഡിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വർക്ക് ചെയ്യാനാണോ,
എന്തിനാണ് നമ്മൾ ബ്രേക്കിംഗ് ടോർക്ക് യൂസ് ചെയ്യുന്നത്? ചില ബ്രേക്കിംഗ് ടോർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പം ഈ ഒരു സംഭവം നമുക്കറിയാം, നമ്മുടെ എനർജി മീറ്റർ ഡിസ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എക്സസ് ആയിട്ട് ഇത് വരാൻ നേരത്ത് വോൾട്ടേജ് വരുമ്പോൾ ഇത് ഓവർ സ്പീഡിലായിട്ട് റൺ ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മളിപ്പം യൂസ് ചെയ്തില്ലെങ്കിൽ ഇത് ജസ്റ്റ് വെറുതെ റൺ ചെയ്യരുത്, ആവശ്യമില്ല. അപ്പം നമുക്കിത് കോൺസ്റ്റൻറ്റ് സ്പീഡിലായിരിക്കും എപ്പോഴും റൺ ചെയ്യാനുള്ളത്. നമ്മൾ എന്താ പറയുക, നമ്മളുടെ ആ ഒരു ഇത് സപ്ലൈ വന്നില്ലെങ്കിൽ ഇത് ചുമ്മാ കിടന്ന് റൺ ചെയ്യില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് മീറ്ററിൻ്റെ എററാണ് കാണിക്കുന്നത്. അപ്പോൾ എറർ കാണിക്കൽ ഒരു സ്റ്റഡി സ്റ്റേറ്റ് സ്പീഡിൽ എപ്പോഴും ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ ബ്രേക്കിംഗ് ടോർക്ക് കൊടുക്കുന്നത്. അപ്പം ആൻസർ എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് സ്റ്റഡി സ്റ്റേറ്റ് സ്പീഡ് ആൻഡ് ഈക്വൽ ടു ഡ്രൈവിംഗ് ടോർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ സ്കെയിൽ ഓഫ് ഡയമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ഈസ് ഓഫ്. അതായത് നമ്മുടെ ഡയമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിൻ്റെ സ്കെയിൽ എന്താണെന്നാണ് ചോദ്യം. യൂണിഫോം സ്കെയിലാണോ, ലോഗരിതമിക് സ്കെയിലാണോ, നോൺ ലീനിയർ സ്കെയിലാണോ, സ്ക്വയർ ലോ സ്കെയിലാണോ? ഏത് ടൈപ്പ് സ്കെയിലാണ് നമ്മൾ ഡയമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ? ഡയമീറ്റർ ടൈപ്പിൻ്റെ വാട്ട് മീറ്ററിൻ്റെ സ്കെയിൽ എന്ന് വെച്ചാൽ യൂണിഫോം സ്കെയിലാണ്. യൂണിഫോം സ്കെയിലാണ് നമ്മൾ ഡയമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ ദ സ്റ്റാൻഡേർഡ് സെക്കൻഡറി വോൾട്ടേജ് ഓഫ് PT യൂസ്ഡ് ഇൻ ദ പവർ സിസ്റ്റം. അതായത് പൊട്ടൻഷ്യൽ മീറ്ററിൻ്റെ സ്റ്റാൻഡേർഡ് വോൾട്ടേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 വോൾട്ടാണോ, 5 വോൾട്ടാണോ, 50 വോൾട്ടാണോ, 110 വോൾട്ടാണോ? അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ മീറ്ററിൻ്റെ PT-യുടെ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 110 വോൾട്ടാണ്. വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഓൾവേസ് ഇൻഡിക്കേറ്റ് ട്രൂ RMS വാല്യൂ ഇറസ്പെക്റ്റീവ് ഓഫ് വേവ് ഫോം? മൂവിങ് അയൺ മീറ്റർ, ഡിജിറ്റൽ വോൾട്ട് മീറ്റർ, തെർമോകപ്പിൾ മീറ്റർ, നൺ ഓഫ് അബോവ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, തെർമോകപ്പിൾ മീറ്റർ. തെർമോകപ്പിൾ മീറ്ററിനാണ് എന്ത് ചെയ്യുന്നത്, RMS വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. RMS വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മീറ്ററാണ് എന്ത്, തെർമോകപ്പിൾ മീറ്റർ എന്ന് പറഞ്ഞതുപോലെ. അപ്പം അടുത്ത ചോദ്യം ഇതാണ്. എ വോൾട്ട് മീറ്റർ ഗീവ്സ് ഇൻആക്യുറേറ്റ് റീഡിംഗ് ടു മെഷർ ദ ഡ്രോപ്പ് അക്രോസ് ലോ റെസിസ്റ്റൻസ് ബിക്കോസ്. അതായത് ഇൻആക്യുറേറ്റ് ഒരു റെസിസ്റ്റൻസ് ഡ്രോപ്പിന് അക്രോസ് ആയിട്ട് അത് ഇൻകറക്റ്റ് റീഡിംഗ് ആയിരുന്നത് എന്തുകൊണ്ടാണെന്ന്. The higher scale has been selected. The current drawn by the meter is too low. The sensitivity of the meter is too low. None of above. ആൻസർ എന്ന ഇതാണ് ഓപ്ഷൻ സി, സെൻസിറ്റിവിറ്റി ഓഫ് ദ മീറ്റർ ഈസ് ടു ലോ. ഇന്ന് നമ്മൾ 24 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്.